കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി LC ജോർജിന്റെ പത്രിക തള്ളിയ സംഭവത്തിൽ LC ജോർജിന്റെ ഹർജിയിൽ ഇടപെടാതെ ഹൈക്കോടതി. സാലി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സാലി, കോടതിയെ സമീപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചതിനാൽ തന്നെ ഹർജിയിൽ ഇടപെടാൻ കഴിയില്ല, പരിഗണിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. UDFന് വീണ്ടും ഇതാ തിരിച്ചടി ഉണ്ടാകുന്നു. അപ്പൊ അതിന് തീർച്ചയായും UDFന് വലിയ തിരിച്ചടി തന്നെയാണ്. നാമനിർദ്ദേശ പത്രിക തള്ളിയ സംഭവം തന്നെ വലിയ തിരിച്ചടിയായിരുന്നു. കാരണം അവിടെ ഡമ്മി സ്ഥാനാർത്ഥി ഇല്ല. UDFന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പോലും മത്സരരംഗത്തുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവശേഷിക്കുന്നത് ഇടതുമുന്നണിയുടെയും NDAയുടെയും 2 സ്ഥാനാർത്ഥികൾ മാത്രമാണ്. അപ്പൊ UDFനോ കോൺഗ്രസിനോ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു തള്ളിയപ്പോ. പക്ഷെ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഹൈക്കോടതിയെ സമീപിച്ച് ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ ഉത്തരവ് നേടാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ ഇന്ന് ഹർജി എടുത്തപ്പോൾ കോടതി ഒരു തരത്തിലും ഈ ഹർജിയിൽ ഇടപെടാൻ തയ്യാറായില്ല. ഒന്ന്, തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച പശ്ചാത്തലത്തിൽ ഈ ഹർജി പരിഗണിക്കാനാവില്ല എന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയത്. അങ്ങനെ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. അതായത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഇനി കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDFന് സ്ഥാനാർത്ഥി ഇല്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവർ ആരെ പിന്തുണയ്ക്കും? അത് NDAയുടെയും LDFന്റെയും സ്ഥാനാർത്ഥികൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത് എന്നുള്ളതാണ്. UDFനുള്ളിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയൊക്കെ വലിയ പ്രതിഷേധം ഉയർന്നൊരു സംഭവമാണിത്. നാമനിർദ്ദേശ പത്രിക കൃത്യമായി പൂരിപ്പിക്കാൻ അറിയാത്ത നേതൃത്വമാണോ DCC നേതൃത്വം എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതിനിടെയാണ് അവസാന ആശ്വാസം തേടി DCC നേതൃത്വവും സ്ഥാനാർത്ഥിയും കോടതിയെ സമീപിച്ചത്. കോടതിയും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു ഇതിൽ ഇടപെടാനാവില്ല എന്നുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടമക്കുടി ഡിവിഷനിൽ കോൺഗ്രസിനോ UDFനോ സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം.